പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിട്ടാണ് കൂട്ടായിട്ട് അജണ്ട തീരുമാനിക്കുക. അപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. കോൺഗ്രസിന്റെ തർക്കങ്ങൾ ഒരു വശത്ത് കാണുകയാണല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് തീരുമാനമെടുക്കാനുള്ള വല്ല മത്സരവുമാണോ UDF-ഉം LDF-ഉം തമ്മിൽ? അങ്ങനെയൊന്നുമല്ല ഇതിനെ കാണേണ്ടത്. ഇവർ ആ സമയം തമിഴ്നാട് ഇപ്പം ഈ PB-യിൽ ആണല്ലോ PB ഘടകത്തിലാണോ തീരുമാനിക്കപ്പെടേണ്ടത്? അതെല്ലാം PB കൂടുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് എങ്ങനെ വേണത്തിലെന്നുള്ളത്. CM അങ്ങനെ ഒപ്പോസിഷൻ ലീഡറായി മാറും. യോഗത്തിന്റെ അജണ്ട എന്താണ്? അപ്പോൾ അജണ്ട PB കൂടി തീരുമാനിക്കുകയാണ്. PB-യുടെ തെരഞ്ഞെടുപ്പ് അവലോകനമുണ്ട്. ഡെഫിനറ്റ്ലി നേതൃമാറ്റം ആവശ്യം ഉൾപ്പെടെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നിട്ടുണ്ട്. അയ്യോ, സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അജണ്ട തയ്യാറാക്കും. മെയ് 22 മുതൽ CC മീറ്റിംഗ് കൂടാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ സംബന്ധിച്ചും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലെ തൊഴിലാളികളുടെ വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു പോരാട്ടം നടന്നു. അതിൽ CPIM-ഉം CIT-യും മറ്റ് ഇടപെടുകയുണ്ടായി. തൊഴിലാളി രംഗത്ത് സ്ഥിതിയുണ്ട്. ലേബർ കോഡ്, തൊഴിലാളികൾ എതിർത്ത ലേബർ കോഡ് നടപ്പാക്കാനുള്ള ഗവൺമെന്റ് ഓർഡർ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അതിനെതിരായിട്ട് CPIM പ്രസ്ഥാനം പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകും. സംസ്ഥാന സെക്രട്ടറി മാരത്തൺ ചർച്ചയായിരുന്നു. അതൊക്കെ ഈ PB-യിൽ നിന്ന് ചർച്ചയാവുമോ? ഇനി കഴിയട്ടെ, PB ഒന്ന് കൂടട്ടെ. സോ അവർ state party leaders are also participating in this swearing in. We wish Vijay and Tamilnaga Vetri Kazhagam a very good opportunity and success in fulfilling the promises they have given to the people, defending democracy, defending secularism, and taking a firm stand against communalism, and also following a pro-poor policy, defending federal rights. These are all key issues. The governor can either invite the single largest party leader, or if there is a post-poll alliance and they claim majority, their leader can be invited. He did not do either of this. So that is why all the confusion has been generated. Now we are very happy that this confusion has been removed. The verdict of the people was mostly for Tamilnaga Vetri Kazhagam. They turned out to be the single largest party, short of majority by 11 seats only. Now that shortage also has been, taken care of.